പൂങ്കുയിലൊന്നു പാടിപ്പറഞ്ഞു. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനൊരു സൈക്കിൾ ആർട്ടിസ്റ്റാണെന്ന്. എന്നാൽ അല്ല, ഞാനൊരു സൈക്കാട്രിസ്റ്റാണ്. അത് മാത്രമല്ല ഒരു മെന്റലിസ്റ്റ് കൂടിയാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി മെന്റലാന്ന്. അല്ലടാ, എന്താ നിങ്ങളിപ്പോൾ എന്താ വിളിച്ച മെന്റലെന്നോ? ഇല്ല അല്ല, സത്യമായിട്ടും ഇതൊന്നും എനിക്കില്ല. ഡോക്ടർ ഇന്നലെ എഴുതി തന്ന സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. സത്യം ഇന്നലെ എനിക്ക് ഡോക്ടർ എഴുതി തന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ പലരെ കാണുമ്പോഴും നിങ്ങൾക്ക് പലതിലും ഭയമുണ്ട്. പല അന്ധവിശ്വാസത്തിൽ നിങ്ങൾക്ക് ഭയമുണ്ട്. ചിലർക്ക് ബാക്കിൽ നിന്ന് വിളിച്ചു കഴിഞ്ഞാൽ പേടിയില്ലേ? അന്ധവിശ്വാസമല്ലേ? ആംബുലൻസ് നമുക്ക് ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേടിയില്ലേ? എവിടെയെങ്കിലും ഇറങ്ങുമ്പോൾ കാക്ക വിളിച്ചു കഴിഞ്ഞാൽ പേടിയില്ലേ? കരിമ്പൂച്ച വട്ടം ചാടിയ പേടിയില്ലേ? എനിക്കതിനൊന്നും ഒരു പേടിയില്ല, എനിക്കൊരു വിശ്വാസമല്ല. എന്തോ ചേട്ടാ? ഒന്നുമില്ല, ഒരു കൂടോത്രത്തിന്റെ കുഴപ്പമൊന്നുമില്ല. തലവെട്ടി തെറിക്കി വേട് ഈടത്തിന് പഠിച്ചു. തലവെട്ടി തെറിക്കി അമ്മ പറഞ്ഞിട്ടുണ്ട്, മുട്ടയിൽ കൂടോത്രച്ച് പോകച്ചിട്ട് തലവെട്ടി തെറിക്കും. അപ്പൊ തനിക്ക് പേടിയുണ്ടല്ലേ? ഇയാൾ ഈ മുട്ട കൊണ്ട് ഈ ഫ്ലോറിലോട്ട് വന്ന് എന്തിനാ? ആ ലിയ എന്ന് പറഞ്ഞ കൊച്ചുണ്ടല്ല, ഗ്രീഷ്മക്ക് കൊടുത്തേക്കണ കൊട്ടേഷനാ. അവളുടെ സ്റ്റാൻഡപ്പ് കോമഡി പൊട്ടി പൊളിഞ്ഞു പോകാൻ വേണ്ടിട്ട് ഈ മുട്ട. ഈ മുട്ട. അപ്പൊ ആ മുട്ട ഇത് ഗ്രീഷ്മ എന്നേക്കണ കൊട്ടേഷനാ. ആർക്ക്? ലിയയുടെ സ്റ്റാൻഡപ്പ് കോമഡി പൊട്ടി പൊളിഞ്ഞു പോകാൻ ഞാൻ എല്ലാ കൊട്ടേഷനും കൊടുക്കും. അല്ല, എന്തൊക്കെയാലും ഈ സൈക്കാട്രിസ്റ്റ് എന്ന് പറഞ്ഞവരെ നിങ്ങൾ വിശ്വസിക്കരുതിട്ടാ. കാരണം നിങ്ങൾ എപ്പോഴും പറഞ്ഞേക്കാം ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെയൊക്കെ നിങ്ങൾ സഞ്ചരിക്കുന്നു. ഇതെല്ലാവരും ഇതെന്താണ് ഇങ്ങനെ പറയണത് നിങ്ങൾ? അത് സൈക്കാട്രിസ്റ്റിന്റെ മാത്രം പ്രത്യേകതയാണ്. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞങ്ങൾ സഞ്ചരിക്കും. അതെന്താ? ബാക്കിയുള്ളവർ സഞ്ചരിക്കുന്ന വഴി ഞങ്ങൾ വരില്ല. അതെന്താന്നല്ല ഞാൻ ചോദിച്ചത്. അവിടെ ടോൾ കൊടുക്കണം. കാറിന് 100 പിന്നെ ബൈക്കിന് 80 വെച്ച് കൊടുക്കുന്നത് ഭയങ്കര നഷ്ടമാണത്. ഈ കൂട്ടത്തിൽ നിന്ന് ഒരാളെ വിളിച്ച് തനിക്ക് ഹിപ്നോട്ടിസം ചെയ്യാൻ പറ്റും? ഈസി. ധൈര്യമുള്ള ഒരാളെ എന്തുവാ പറ്റിപ്പാന്ന് ഇതൊന്നുമില്ല. വാ, പേടിയില്ലല്ലോ. പേടില്ല. അതാണ് നമുക്ക് വേണ്ടത്. മിക്കുള്ളവർക്ക് നമുക്ക് ഈ സൈക്കാട്രിസ്റ്റ് വിളിക്കുമ്പോൾ അവർക്കൊരു ഭയമാണ്, ഒരു പേടിയാണ്. കാശ് വയ്ക്കാനെന്ന് ഓർത്തിട്ടായിരിക്കും. അല്ല, ഇപ്പൊ കണ്ടോ, സ്നേഹേഷ് ഉറങ്ങുകയാണ്. സ്നേഹേഷ് ഉറങ്ങും, എനിക്കറിയാം. ഉറക്കം ഞാൻ കൃഷ്ണമണി മേളിലോട്ട് കയറി വിത്തിൻ സെക്കൻഡ് ഇപ്പൊ സ്നേഹേഷ് ഉറങ്ങി. അങ്ങനെ ഇത് നിസ്സാര കാര്യമല്ലേ? ഇതൊക്കെ അങ്ങനെ ആരെ വേണമല്ലോ, എല്ലാവരും ഉറങ്ങണോ? വേണോ? ഈസി. അപ്പം ഒറ്റ വിളിക്കണത് സ്നേഹേഷ് എണീടാ. സ്നേഹേഷ് എണീര്. മറ്റേ കഴിഞ്ഞു, എൻ്റെ ഹിപ്നോട്ടിസം കഴിഞ്ഞു. ഇതോടെ കഴിഞ്ഞു. ഞങ്ങളുടെ സ്നേഹേഷ് പോയേ. സാധാരണ ഞാൻ ഉറക്കിയ തട്ടും എണീക്കണ, ഇത് എണീക്കില്ല. എണീറ്റില്ലെങ്കിൽ വീട്ടുകാർ വിളിച്ച് ഞാൻ എന്തിനു പറയും? ഒറ്റന്ന് സമ്മതിച്ചാ? ചെറുതായിട്ട് ഞാൻ വന്നേ. ഇതവൻ താൻ ഹിപ്നോട്ടിസം ചെയ്തിട്ട് ഉറങ്ങിയതൊന്നുമല്ല. ഞാനിങ്ങനെ വന്ന വഴി ഗ്രൂമേഴ്സിനെ കണ്ടായിരുന്നു. ഇവനാണ് ആദ്യം കയറി പെർഫോം ചെയ്യേണ്ടത്. അത് പഠിക്കാത്തോണ്ടിട്ടുള്ള അവന്റെ അടവാ കിടന്നുറങ്ങണത്. ഇവൻ എഴുന്നേക്കാൻ എന്താ ഐഡിയ എൻ്റെ ഉണ്ട്. എന്തോന്നു മാറിക്കേ. ഹലോ ഹലോ, മര്യാദക്ക് പോയിട്ട് ഐറ്റം പഠിച്ചിട്ട് വന്നതും ചെയ്തോ. എടാ, നീയൊക്കെ ഇങ്ങനെ കാണിക്കുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വേഷം കെട്ട് കാണിച്ച് വന്നത്. മനസ്സിലായാ? പോടാ. എടാ, നിന്റെ നമ്പർ ഇപ്പം ഞാൻ ഇപ്പം നെഞ്ചോനൊന്ന് ചത്തേനല്ലേടാ ഇവിടെ. അതെ, ഇനി ഇതിന്റെ ഇടയിൽ ആരെങ്കിലും കള്ളത്തരം കാണിച്ച് ഐറ്റം പഠിക്കാണ്ടിരുന്ന ഇതെല്ലാം ഗണിച്ച് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആളെ ഞങ്ങളോട് കൊണ്ടുവന്നുണ്ട്. വിളിക്കട്ടെ? സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയുടെ വേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യാം ഹരി പത്തനാപുരം. ഹരിയണ്ണ, അപ്പൊ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ ഈ ഫ്ലോറിൽ വന്നതിൽ. ഇന്ന് ഞങ്ങളോടൊപ്പം അടിച്ചു പൊളിക്കാൻ വേണ്ടി. ഓക്കെ അല്ലേ? അല്ലല്ല, മൊത്തത്തില് പൊക്കി പറഞ്ഞിട്ടുണ്ട്. ഇനിയെങ്കിലും പറ, ഞങ്ങള് രക്ഷപ്പെടും. പൊക്കി പറഞ്ഞെങ്കിൽ രക്ഷപ്പെടും കേട്ടോ. ആകെ പരിഹാരം ഇതേയുള്ളല്ലേ പൊക്കി പറയാ. അല്ല, ഞാൻ കയറി വരുമ്പോ റെഡ് ചുരിദാറിട്ട കുട്ടി ഹരിയേട്ടൻ കീജി എന്ന് പറഞ്ഞ് എന്തോന്ന് എന്റെ നേരെ എറിഞ്ഞിട്ടുണ്ട്. എന്റെ സഞ്ചിന്ന് ഒരു മുട്ട കാണാതെ പോയിട്ടുണ്ട്. അതാണെന്നറിയില്ല. എന്തായാലും ഗുണത്തിന് വേണ്ടി എറിഞ്ഞേക്കണം. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട് ഈ കൂടുവാത്രയുമായി ബന്ധപ്പെട്ട്. ഞാൻ ദിവസവും ഒരു പദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വചനമൊക്കെ വെച്ച് പഠിക്കുന്ന ആളാണ്. എല്ലാത്തിനും പഠിക്കും. ജ്യോതിഷം പഠിക്കും, ഭഗവത്ഗീത പഠിക്കും. അപ്പം ഞാനിത് എഴുതി ഒരു പേപ്പറിൽ, ഒരു A4 സൈസ് പേപ്പർ ഇങ്ങനെ മടക്കി അതിലെല്ലാ പുറത്തും ഇത് എഴുതി പോക്കറ്റിൽ കൊണ്ടു നടക്കും. ഇപ്പോഴും ഇന്ന് പഠിക്കേണ്ട സാധനം ഇത് ഇന്നലെ പഠിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ A4 സൈസ് ഇങ്ങനെ മടക്കിയിട്ട് ഇത് ഇന്ന് പഠിക്കേണ്ടത് എന്തോന്നറിയാമോ? സംസ്കൃതമാണല്ലേ. നമുക്ക് എപ്പോഴും ടെൻഷൻ വരുമ്പോൾ ഞാൻ കേൾക്കുന്ന ശിവതാണ്ഡവ സ്തോത്രമുണ്ട്. ജഡാടബീഗല ജലപ്രവാഹി ഭാവിതസ്ഥലിംബുജംഗതുംഗമാലിക ജഗദ്ദഗത് ഢമഡ്ഡമഡ്ഡമഡ്ഡമന്നിനാദമഡ്ഡമര്യയം ചകാരചണ്ഡതാണ്ഡവം തനോനുന ശിവ.
പണ്ട് പത്തനാപുരത്ത് ഞങ്ങളുടെ മാതൃഭൂമിയുടെയും മനോരമയുടെയും റിപ്പോർട്ടർമാർ പട്ടാഴി എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ എപ്പോഴും എൻ്റെ പോക്കറ്റിൽ ഇതുണ്ടാവും. ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ സൈഡിൽ വയ്ക്കും. ഇത് മാത്രമല്ല, എല്ലാം പഠിക്കും കേട്ടോ. ബൈബിൾ വചനം, ഖുർആന് എന്ന് വേണ്ട പഠിക്കണം എന്ന് തോന്നുന്ന എല്ലാം പഠിക്കും. അപ്പോൾ അങ്ങനെ പട്ടാഴിയിൽ അവരുടെ വീട്ടിലൊന്ന് ഗോപകുമാർ പട്ടാഴി, ഒന്നൊരു സുനിൽകുമാർ മനോരമ, ഇവരെ കൊണ്ടുവിടാൻ വേണ്ടി ബൈക്കിലാണ് പോകുന്നത് വർഷങ്ങൾക്ക് മുമ്പ്. അന്ന് ഇത്രയും മറ്റേ AI ക്യാമറയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പം 3 പേരൊരു ബൈക്കിൽ പോകും. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ഒരു ദിവസം എനിക്കൊരു കോൾ വന്നു, ഫോൺ. രാത്രിയില്ല. ഞാൻ എടുക്കുമ്പോൾ ഈ പേപ്പർ അങ്ങ് പറന്നുപോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ അടുത്ത ദിവസം വേറെ എഴുതാൻ, രാത്രിയിൽ നമ്മൾ പോയി തപ്പണ്ട എന്ന് വിചാരിച്ച് തിരിച്ച് വീട്ടിൽ വന്നു. ഒരു 1-1.5 ആഴ്ച കഴിഞ്ഞാണ് ഒരു ചേച്ചി എന്നെ കാണാൻ വന്നു. അവർ ഉറങ്ങിയിട്ട് കുറേ ദിവസമായി. എന്നുവെച്ചാൽ കണ്ണൊക്കെ ഇങ്ങനെ കറുത്ത് വല്ലാതെ. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, മോനെ എൻ്റെ വീട്ടിലാരോ കൂടുപാത്രം ചെയ്തു. കൊടുങ്കുല മരണമന്ത്രം എന്ന് പറഞ്ഞൊരു മന്ത്രം ഉപയോഗിച്ചാണ് ചെയ്തത്. 5 പേര് മരിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേച്ചി എനിക്ക് അങ്ങനെ കൂടുപാത്രം ചെയ്ത ഒരാളെ നശിപ്പിക്കാൻ പറ്റും എന്നൊരു വിശ്വാസമില്ല. അങ്ങനെ ഉണ്ട് എന്നെ നശിപ്പിക്കില്ലേ? ഞാൻ എല്ലാ ദിവസവും ഇവർക്കെതിരെ ഇരുന്ന് പറയുന്നതല്ലേ, പ്രത്യേകിച്ച് ചിലവില്ലല്ലോ. എന്തെങ്കിലും ഒരു കൂടുപാത്രം ചെയ്ത് എന്നെ അങ്ങ് നശിപ്പിച്ചാൽ പോരെ എന്ന് പറയുമ്പോൾ അല്ല മോനെ ചെയ്തു എന്നൊക്കെ പറയാം. ഞാൻ എന്താണ് ചെയ്തത്? അപ്പോൾ അവർ എടുത്തു തരുന്നു ഈ പേപ്പർ. ഇതിപ്പോൾ എൻ്റെ പോക്കറ്റിൽ നിന്ന് പറഞ്ഞ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് പോയി. ഇവർ രാവിലെ തൂക്കാൻ ചൂലൊക്കെ ആയിട്ട് എഴുതിയിട്ടപ്പോൾ എന്തോ സംസ്കൃതത്തിൽ എഴുതിയൊരു സാധനം കിടക്കും. ഇതെടുത്ത് ആരെയും കാണിച്ചപ്പോഴേ അവർ പറഞ്ഞത് കൊടുങ്കുല പറഞ്ഞെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ പകരം എഴുതി വെച്ച സാധനം എടുത്ത് കാണിച്ചു. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, പല കഥകളും നമ്മൾ സോഷ്യൽ മീഡിയയിലും അതുപോലെ യൂട്യൂബിലൊക്കെ ഹരിയണ്ണൻ്റെ കുറേ കഥകൾ കേട്ട് ഞങ്ങൾ ചിരിക്കാറുണ്ട്. അതെ, ഇപ്പം ഹരിയണ്ണൻ്റെ സംഭവം ഉണ്ട്. അത് നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ അതാണ് നമുക്കിവിടെ വേണ്ടത്, ആ മോട്ടിവേഷനാണ് വേണ്ടത്. ഇവരും ഇങ്ങനെ നിർത്താതെ തമാശ പറയുന്നവരാണ്. എന്നാൽ നിങ്ങളുടെ കോമഡി കേൾക്കാം. എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ പറയുകയും ചെയ്യും. ആദ്യം അണ്ണൻ്റെ കോമഡി ഞങ്ങൾ ഇവിടെ നിന്ന് കേൾക്കണം. പൊളിച്ചോണ്ണ. ഓക്കെ, തകർത്തു. നിങ്ങൾക്ക് ഒരു ജോത്സ്യനെ കൈ കിട്ടി ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? അടിക്കുന്നെന്ന് പറയരുത് കേട്ടോ. എന്തായിരിക്കും ആദ്യം ചെയ്യുക? എന്തായിരിക്കും നിങ്ങൾ ആദ്യം ചോദിക്കുന്നതോ? എന്റെ സമയം നല്ലതാണോ? ഒരു ജ്യോതിഷൻ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണ്. എവിടെ ചെന്നാലും ആളുകൾ ആദ്യം ചോദിക്കുന്നത് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകും എന്ന് ചോദിക്കും. അങ്ങനത്തെ അനുഭവമുണ്ട്. ശരിക്കും ഈ ജ്യോതിഷത്തിൻ്റെ ഒരു രീതി എന്ന് പറഞ്ഞാൽ അതിന് ജ്യോതിഷത്തിൻ്റെതായ നിയമങ്ങളുണ്ട്. വെറുതെ വഴി വെച്ച് കാണുമ്പം എങ്ങനെ എൻ്റെ ഇതൊന്നും ചോദിച്ചാൽ പറയാൻ പറ്റില്ല. അതിന് ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ വെച്ചാൽ നമ്മൾ നേരത്തെ ഇവരോട് ഡേറ്റ് ഓഫ് ബർത്ത് പറയാൻ പറഞ്ഞത്. അത് വെച്ചിട്ട് അതിൻ്റെ ഹൊറോസ്കോപ്പ് തയ്യാറാക്കണം. അതിന് ഒരുപാട് കണക്ക് കൂട്ടലുകളുണ്ട്. അത് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഒരാളുടെ കാര്യം എന്തെങ്കിലും ജ്യോതിഷത്തിൻ്റെ നിയമം വെച്ചിട്ട് പറയാൻ കഴിയും. ഞാൻ പണ്ട് ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് കൊച്ചിയിൽ വന്നിട്ടുണ്ടായിരുന്നു. കൊച്ചി താമസിക്കുകയാണ്. ഒരു ദിവസം രാവിലെ എനിക്ക് നല്ല വയറുവേദന എടുത്തു. അപ്പം ഞാൻ ആദ്യം കുറച്ചൊന്ന് സഹിച്ചു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇത് അസഹനീയമായ വേദനയായി, സഹിക്കാൻ പറ്റാത്ത രീതിയിൽ വേദനയായപ്പോൾ നേരെ ഒരു ഹോസ്പിറ്റലിൽ എറണാകുളത്ത് ചെന്നു. വണ്ടി ഞാൻ ഡ്രൈവ് ചെയ്താണ് ചെന്നത്. എന്നിട്ട് പാർക്കിങ്ങിൽ ക്രമമൊന്നും നോക്കാതെ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് ക്രമം നോക്കാതെ തന്നെ ഡോക്ടറുടെ ക്യാബിനിലേക്ക് കടന്നിട്ട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എനിക്ക് സഹിക്കാൻ പറ്റാത്ത വയറുവേദനയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു കാഷ്വാലിറ്റിയിലോട്ട് പോയി കിടക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി അവിടെ കിടന്നപ്പോൾ ഒരു സിസ്റ്റർ പ്രഷർ അപ്പാരറ്റസുമായിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എൻ്റെ കയ്യിലേക്ക് ഈ പ്രഷർ അപ്പാരറ്റസ് ഇങ്ങനെ ചുറ്റിയിട്ട് സിസ്റ്റർ എന്നെ നോക്കിയിട്ട് ചോദിച്ചു, നിങ്ങൾ മറ്റേ ജോത്സ്യൻ ഹരി പത്തനാപുരം അല്ലേ? അപ്പം ഞാൻ അയ്യോ അതെ സിസ്റ്ററെ എന്ന് പറഞ്ഞപ്പോൾ എന്നോട് ചോദിക്കുക, അതെ ഇപ്പോൾ ചോദ്യം നാളിന് എങ്ങനെ ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞ സിസ്റ്ററെ, ഞാൻ മരിക്കുമോ ജീവിക്കുമോ എന്നെനിക്കറിയില്ല. ഇത്തരത്തിലുള്ള ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിലുണ്ട്. ഇങ്ങനെ ഈ പറയുന്നത് പോലെ നമ്മളെ കാണുമ്പോൾ തന്നെ ഈ ഡ്രൈവ് ചെയ്ത് വരുമ്പോൾ വിളിച്ചിട്ട് എന്തെങ്കിലും ഒന്ന് പറ, അതിങ്ങനെ പറയാൻ പറ്റും എന്തെങ്കിലും ഒന്ന്. ഇതൊരു വലിയൊരു പ്രശ്നമാണ്. കാരണം വേറെ ആരെങ്കിലും കണ്ടാൽ മറ്റെന്തെങ്കിലും ആയിരിക്കും ചോദിക്കുന്നത്. പക്ഷെ നമ്മളെ കണ്ടാൽ ചോദിക്കുന്നത് അല്ലേ, നേരത്തെ നമ്മുടെ കുട്ടി ചോദിച്ച പോലെ ഞാൻ രക്ഷപ്പെടുവോ? പിന്നെ ഞാനപ്പോൾ എല്ലാവരോടും പറയും രക്ഷപ്പെടുന്നല്ല. ഇപ്പം എന്താ പറയാൻ പറ്റും നമുക്ക്? മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാനുള്ള വഴികൾ ഒക്കെ ജ്യോതിഷത്തിലൂടെ ഉണ്ട് എന്ന് പലരും പറയും. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ, മറ്റൊരാളുടെ മൈൻഡ് റീഡ് ചെയ്യാൻ പറ്റുന്നു? പക്ഷെ അങ്ങനെ ഒരു അനുഭവം ഉണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടാൽ ഞെട്ടും. എനിക്കും ആദ്യം അവിശ്വസനീയമായി തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണ്. ഒരു രഞ്ജിത്ത് എന്നാണ് ആ ചെറുപ്പക്കാരൻ്റെ പേര്. അദ്ദേഹം പണ്ട് എനിക്കൊന്ന് പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുന്ന, അതായത് ആൻഡ്രോയിഡ് ഫോണൊക്കെ ഇറങ്ങുന്ന ഒരു സമയം. ആ സമയത്ത് അദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു. കോളേജിൽ പഠിക്കുന്ന പ്രീ ഡിഗ്രി +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുമായി പ്രണയമുണ്ടായിരുന്നു. അങ്ങനെ പ്രണയിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളങ്ങ് തോറ്റു. ഈ പയ്യൻ തോറ്റിട്ട് ഈ പെൺകുട്ടി പിന്നീട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിങ്, ആ സമയത്തൊക്കെ അത് അങ്ങനെ അതിൻ്റെ കോഴ്സുകളൊക്കെ വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ ആ സമയത്ത് ആ കുട്ടി അത് പഠിക്കാൻ വേണ്ടി പോയി. അപ്പോൾ ഈ പയ്യൻ്റെ അമ്മ എങ്ങനെയോ മണത്തറിഞ്ഞ് പിന്നെ ഇങ്ങനെ ഒരു പ്രണയമുണ്ട്. അപ്പോൾ ഈ അമ്മമാരുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, അമ്മയ്ക്ക് ആകെപ്പാടെ പ്രശ്നമായിട്ട് ഈ കുട്ടിയുടെ നമ്പർ എങ്ങനെയോ തപ്പിപ്പിടിച്ചിട്ട് അവളെ വിളിച്ച് വായി വന്നതെല്ലാം പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. ഈ കുട്ടി പഠിച്ച് നല്ല റിസൾട്ടൊക്കെ മേടിച്ച് ആ കുട്ടി വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് ഇറങ്ങിയിട്ട് ഈ കുട്ടി ഇവനോട് വിളിച്ചിട്ട് പറഞ്ഞു. അപ്പോൾ ഇവനൊരു ഹോട്ടൽ ബിസിനസ്സൊക്കെ ചെയ്തു തുടങ്ങി. ഇവനോട് പറഞ്ഞു, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എന്നെ കല്യാണം കഴിക്കുക, ഇല്ലെങ്കിൽ ഞാൻ മറ്റൊരു വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു. അത്ര ബോൾഡാണ് ആ കുട്ടി. അപ്പോൾ അവൻ ആദ്യമൊക്കെ ഇങ്ങനെ ആലോചിച്ചു, കാരണം അമ്മയ്ക്ക് ഇഷ്ടമല്ല. അപ്പോൾ അവൻ പിന്നീട് സമ്മതിച്ചു. കാരണം ആ കുട്ടിയോടുള്ള ഒരു പ്രണയം കൊണ്ട് അവൻ സമ്മതിച്ചിട്ട് ഈ കല്യാണം
കല്യാണം കഴിച്ചിട്ട് ഈ കുട്ടിയായിട്ട് ആദ്യം പോയപ്പോൾ ഈ കുട്ടി ചെയ്തതെന്താ അറിയാം, ഇവൻ്റെ ഫോൺ എടുത്ത് ആ പുഴയിലൊഴുക്കി, സിമ്മും എടുത്ത് കളഞ്ഞു. എന്നിട്ട് വേറെ ഫോണും വേറൊരു സിമ്മും മേടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ നിന്റെ അമ്മയെ വിളിക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, പ്രണയം മൂത്തിരിക്കുന്നതുകൊണ്ട് ശരി, ഓക്കെ വിളിക്കത്തില്ല എന്ന് പറഞ്ഞു. കുറച്ച് ദിവസങ്ങൾ അങ്ങനെ വിളിക്കാതെ പോയി. ഒരു ദിവസം ഇവൻ അമ്മയെ വിളിച്ചിട്ട് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതുപോലെ കരഞ്ഞു. ഈ കുട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാ ദിവസവും രാവിലെ ഈ കുട്ടി പൂജാമുറിയിൽ കയറിയിട്ട് 10 മിനിറ്റ് ഉറച്ച് നാമം ചൊല്ലും. പിറ്റേ ദിവസം ഈ കുട്ടി പൂജാമുറിയിൽ കയറി നാമം ചൊല്ലിയിട്ട് തിരിച്ചിറങ്ങി വന്ന് ഇവനോട് ചോദിച്ചു, നീ നിന്റെ അമ്മയെ വിളിച്ചു എന്ന് ചോദിച്ചു. അപ്പോൾ ഇവൻ പറഞ്ഞില്ല, വിളിച്ചില്ല. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, കള്ളം പറയരുതെന്ന് പറഞ്ഞു. അവസാനം ഇവൻ സമ്മതിച്ചു, ഇവൻ്റെ അമ്മയെ വിളിച്ചു എന്ന്. പിറ്റേ ദിവസം മുതൽ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ, ഇവൻ എന്ത് ചെയ്താലും ആ കുട്ടി അതിന് തൊട്ടടുത്ത ദിവസം പൂജാമുറിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഇവനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഒരാളുടെ മൈൻഡ് റീഡ് ചെയ്ത് ഇങ്ങനെ അയാൾ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന ആ രഞ്ജിത്ത് എന്ന ചെറുപ്പക്കാരൻ അവിടെയാണ് തെറ്റിയത്. ഈ കുട്ടി എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു, ഒരുപാട് പേരെ കണ്ടു, പാസ്റ്റർമാരെ കണ്ടു, ഈ അറബിക് ജ്യോതിഷം നടത്തുന്ന ആളുകളെ കണ്ടിട്ട് ഇവരോടെല്ലാം ചോദിച്ചപ്പോൾ ഇവരെല്ലാം പറയുന്ന ഒരു കാര്യം, ഇത് 6ാം ഇന്ദ്രിയ യോഗം എന്ന് പറഞ്ഞിട്ടൊരു യോഗം, ചിലർ പരേങ്കിത ജ്ഞാന യോഗം എന്ന് പറഞ്ഞിട്ടൊരു സാധനം എന്നൊക്കെ പറഞ്ഞ് ഇവൻ്റെ ഇന്ന് പൈസയൊക്കെ മേടിച്ച് ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാനൊക്കെ. ഇത് ഏറ്റവും രസകരമായ കാര്യം എന്ന് വെച്ചാൽ, ഈ കുട്ടി ഇവരെ കാണാൻ പോയ കഥകൾ കൂടി ചോദിച്ചപ്പോഴത്തേക്ക് ഇവൻ ആകെപ്പാടെ തകർന്നു. ഇവന് പിന്നെ ഈ കുട്ടിയോട് ഭക്തി കലർന്ന ഒരു ആരാധനയായി. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ചെറുപ്പക്കാരൻ രഞ്ജിത്ത് ഒരു ദിവസം ഒരു കൂട്ടുകാരനോടൊപ്പം കുറച്ച് ദൂരദേശത്തേക്ക് ഒരു യാത്ര പോവാണ് കാറിൽ. അപ്പോൾ ഈ കൂട്ടുകാരനൊരു ഫോൺ വരുന്നു. അവൻ ആ ഫോൺ എടുത്തിട്ട് എന്തോ ഒരു നമ്പർ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഇവൻ പറഞ്ഞു, ഞാൻ എഴുതുന്നുണ്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഇവൻ എഴുതിയില്ല. അപ്പം ഈ രഞ്ജിത്ത് ചോദിച്ചു, അതെന്താ നീ നമ്പർ എഴുതിയില്ലല്ലോ പറഞ്ഞു കൊടുത്തിട്ടെന്ന് പറഞ്ഞു. അപ്പം ഈ കൂട്ടുകാരൻ പറഞ്ഞാൽ, ഇപ്പോൾ വോയിസ് റെക്കോർഡർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഇറങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് അത് ഇറങ്ങുന്ന ടൈമാണ്. അപ്പോൾ രഞ്ജിത്തിൻ്റെ ഫോൺ കൊടുത്തപ്പോൾ അതിൽ വോയിസ് റെക്കോർഡർ സോഫ്റ്റ്വെയർ ഉണ്ട്. ഇവനിതറിയില്ല. ഈ കുട്ടി വൈകുന്നേരം പാട്ട് കേൾക്കാനാന്ന് പറഞ്ഞിരുന്നു മൊത്തം വോയിസ് റെക്കോർഡ് കേൾക്കുക, ഡിലീറ്റ് ചെയ്യുക, പിറ്റേ ദിവസം പൂജാപുരി ഇറങ്ങി വന്ന് ഇത് അവതരിപ്പിക്കുക. അതുകൊണ്ട് ആ വെള്ള ഷർട്ടിട്ട ചേട്ടൻ പെട്ടെന്ന് ഫോൺ തപ്പുന്നു കേട്ടോ. എന്നെ തന്നെ പേരെന്താന്ന് ചോദിച്ചേ? പേരെന്താ? സ്നേഹേഷ്. നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ? ഇപ്പൊ മനസ്സിലായോ? പക്ഷെ ഞാൻ സ്നേഹം കൊടുത്തിട്ട് മാത്രമല്ല, ആരും തിരിച്ചു തരുന്നില്ല. കല്യാണം കഴിച്ചാണോ? അല്ല. ഒരുത്തം നോക്കിയിരിക്കുകയാണ്. എന്താണ് പ്രശ്നം സ്നേഹേഷിന്? അങ്ങനത്തെ കാര്യങ്ങളൊന്നും വിശ്വാസമുള്ള ആളല്ല. പിന്നെന്താ കെട്ടാത്തെ? കല്യാണത്തിൽ വിശ്വാസമില്ല സാർ. അതോ പെൺകുട്ടികൾക്ക് വിശ്വാസം ഇല്ലേ സ്നേഹേഷിന്റെ? ചിലപ്പോ അതായിരിക്കും. പേര് കേൾക്കുമ്പോഴേ സ്നേഹത്തിന് അസുഖമുള്ള ആളാ അങ്ങനെ തോന്നുവോ? അതാ പേരിട്ട് കൊടുത്തതിന്റെ പ്രശ്നം. വേറെ വല്ല പേരായിരുന്നു ഇപ്പൊ രക്ഷപ്പെട്ടു പോയത്. സ്നേഹേഷ്, സ്നേഹിക്കാൻ നോക്കുക. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ നല്ല ചെറുപ്പക്കാരനാണ്. പ്രതീക്ഷയൊന്നും ഇല്ല എനിക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ പ്രശ്നം എത്രയും പെട്ടെന്ന് ആ പോക്കറ്റിൽ നിന്ന് ആ പേപ്പർ മേടിച്ച് ജടാകട പാടി പഠിക്കും. ശരിക്കും ഒരു ദിവസം ഞാൻ ഒരു 30 കുടുംബങ്ങളുടെ കഥ കേൾക്കുന്നുണ്ട്. ഒരനുഭവം കൂടി പറയാം. നമ്മൾ വിചാരിക്കും ഇത് കള്ളത്തരാണ്. ഞാനിത് പറയുന്നത് കേൾക്കുന്നവരും കള്ളത്തരാണെന്ന് വിചാരിക്കും. ഞാൻ ഈ പറയുന്ന ആൾ ഇപ്പോഴും ജീവനോടെയുണ്ട്, ഖത്തറിലാണുള്ളത്, ഞാനുമായിട്ട് നല്ല അടുപ്പമുണ്ട്. ആ അമ്മയുടെ ഭർത്താവ് ബാങ്ക് ഉദ്യോഗസ്ഥനായിരുന്നു, അദ്ദേഹം മരണപ്പെട്ടു പോയി. അമ്മയ്ക്ക് 4 ആൺപിള്ളേരാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ അമ്മ നാട്ടിൽ വന്നപ്പോൾ ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു ജ്യോത്സ്യനെ സമീപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അച്ഛൻ്റെ ആത്മാവെടുക്കാൻ യമൻ വന്നപ്പോൾ യമൻ്റെ ദണ്ട് മറന്നു വെച്ചിട്ട് പോയി, ഇനി ഈ ദണ്ട് എടുക്കാൻ വരുമ്പോൾ ഒരു മോനെയും കൂടെ കൊന്നു കൊണ്ടുപോകുന്നു. ഈ അമ്മ വിശ്വസിച്ച് പൈസ കൊടുത്തതേ ഈ ദണ്ട് തിരിച്ചയക്കാൻ. നമ്മളിത് കേൾക്കുമ്പോൾ വിചാരിക്കും അയ്യേ ഇതെങ്ങനെയാണെന്ന്. പക്ഷേ അമ്മമാരെ സംബന്ധിച്ച് അവർക്ക് മക്കൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്. മക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പറഞ്ഞാൽ അവരെന്തും ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള ചൂഷണങ്ങൾ ഇതിൻ്റെ പേര് നടക്കുന്നുണ്ട്. അതിനെ എതിർക്കുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ സ്വീകരിച്ചു വരുന്നത്. അപ്പോൾ എന്തായാലും ഹരിയണ്ണ സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയുടെ വക ഒരു സ്നേഹ സമ്മാനമുണ്ട്. ഈ ഇരിക്കുന്നവരുടെ പെർഫോമൻസ് കണ്ടിട്ടില്ലല്ലോ. ഇതിന്റെ ഇരട്ടി കഥകളാണ് അവിടെ നിന്ന് വരാൻ പോകുന്നത്. ആർക്കെങ്കിലും ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നുണ്ടെങ്കിൽ രഹസ്യം നമ്മൾ കാണാം. ഗോപി, ഞാൻ ഈ ഹരിയണ്ണനിൽ കണ്ടേക്കുന്ന ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് ഈ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് അല്ലേ? അത് വേണം, നമുക്ക് എപ്പോഴും വേണം. കാര്യം ഞാനും അങ്ങനെ ഒരാളാണ്. എനിക്ക് വേണ്ടപ്പെട്ട രക്ഷപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഹരിയണ്ണ, പുള്ളി രക്ഷപ്പെടുവോ? ഇനി എന്ത് രക്ഷപ്പെടാണ്? അത് തന്നെ പറഞ്ഞോളൂ. ഭയങ്കര രക്ഷപ്പെട്ട മനുഷ്യനാണ്. എനിക്ക് രക്ഷപ്പെട്ടെങ്കിൽ ഇച്ചിരി പൈസ കടത്തരാൻ പറ. അങ്ങനെ രക്ഷപ്പെട്ടില്ല. അങ്ങനെ രക്ഷപ്പെട്ട അത്രയ്ക്ക് രക്ഷപ്പെട്ട അതല്ല ഉദ്ദേശിച്ചത്. രക്ഷപ്പെടൽ പല രീതിയിലുണ്ട്. പൈസ കൊണ്ട് രക്ഷപ്പെടാനുണ്ട്, സാമ്പത്തിക പ്രൊഫഷൻ രക്ഷപ്പെട്ടു പോകുന്ന ആൾ മനസ്സുകൊണ്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം, ഞാൻ എപ്പോഴും എല്ലാ ബന്ധങ്ങളുടെയും ഇടയ്ക്ക് നിന്നുകൊണ്ട് എല്ലാവരെയും കൂടെ ഒരു കൂട്ടി യോജിപ്പിക്കുന്ന കണ്ണിയാവാറുണ്ട്. അത്തരത്തിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? ആരാ? സോബിൻ. അപ്പൊ ഒരു കാര്യം ചെയ്യും, സോബിന്റെ ബന്ധങ്ങൾ കാത്തു സൂക്ഷിച്ചിട്ട് അതെ, ആ ബന്ധത്തെ പറ്റി ഒന്ന് പറയാം. കേൾക്കട്ടെ, എന്തോന്ന് കേൾക്കട്ടെ. ഒന്നും മറക്കരുത്. ഹായ് ചേട്ടാ.
ചേട്ടാ ഒരു 20-23 വയസ്സാകുമ്പോഴാണ് ഈ ആണുങ്ങൾക്ക് നല്ല പ്രഷർ വരുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ നാട്ടുകാർ, വീട്ടുകാർ, കൂട്ടുകാർ ഇവരുടെയൊക്കെ മുന്നിൽ നമ്മൾ നമ്മുടെ കഴിവ് തെളിയിക്കേണ്ട ഒരു സമയമാണ്. ഞാൻ ഉദ്ദേശിച്ചത് ജോലി കിട്ടുക, പെണ്ണ് കിട്ടുക, ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ജോലി കിട്ടാൻ പാടാണ്, പെണ്ണ് കിട്ടാൻ അതിലേറെ പാടാണ്. നമ്മൾ ഈ ഒരു പ്രായത്തിലൊക്കെ നമുക്ക് തോന്നും സിംഗിളാണ്, സിഗ്മയാണ്, അല്ലെങ്കിൽ പെണ്ണില്ലാത്തതാണ് നല്ലതെന്നൊക്കെ. പക്ഷേ നമ്മളൊരു പെണ്ണ് കാണാൻ പോയി 2 റിജക്ഷൻ കിട്ടിയാൽ മതി, അന്ന് മുതൽ നമ്മൾ പെണ്ണില്ലാത്തവരല്ല, പെണ്ണ് കിട്ടാത്തവരാണ്. നമ്മൾ ഈ വിവാഹ മാർക്കറ്റിലേക്ക് കടക്കുമല്ലോ, അപ്പം നമുക്ക് കുറേ ഡിമാൻഡ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഒരു നൈക്കിൻ്റെയൊക്കെ പുതിയ ഷൂ മാർക്കറ്റിൽ വരുന്ന പോലെ നമ്മൾ പ്രീമിയം ക്വാളിറ്റിയിൽ അങ്ങോട്ട് ഇറങ്ങും. പക്ഷേ മാർക്കറ്റ് വലിയ ഡിമാൻഡൊന്നും ഇല്ലെന്ന് കാണുമ്പോൾ നമ്മൾ പതുക്കെ ഒരു 30% ഡിസ്കൗണ്ട് കൊടുക്കും. അത് പിന്നെ 50 ആവും, 80 ആവും, കടകാലിയാക്കലാവും, വരികയോ പോവുകയോ എടുക്കുകയോ, നോ ഡിമാൻഡ്. ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് 2 പേരോടാണ് ഏറ്റവും കൂടുതൽ അസൂയ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് എൻ്റെ അനിയൻ, 2 ജോണി സിൻസ്. എനിക്ക് ജോണി സിൻസിനെ കുറിച്ച് അറിയില്ലെങ്കിലും എൻ്റെ വീട്ടിലെ ജോണി സിൻസിനെ കുറിച്ച് ഞാൻ പറയാം. അതായത് ഇവന് വയസ്സറിയിച്ച കാലം തൊട്ട് ഇവൻ്റെ സംശയങ്ങൾ വരെ വെറൈറ്റിയാണ്. ഇവൻ്റെ സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ VPN ഇല്ലേ, VPN വിദേശ യാത്രകൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് VPN. കള്ളത്തരങ്ങൾ അങ്ങനെ വലിയ വശമില്ലാത്തതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് രാത്രിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സന്തോഷ് ജോർജ് കുളങ്ങരേക്കാളും കൂടുതൽ വിദേശ യാത്ര നടത്താൻ. ഇവന്റെ സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ VPN യൂസ് ചെയ്ത് നമ്മൾ ഈ ചൈന, സൗത്ത് അമേരിക്ക, നോർത്ത് അമേരിക്ക, നോട്ടി അമേരിക്ക ഇങ്ങനെയുള്ള സന്ദർശനങ്ങൾ നടത്തുമ്പോൾ നമ്മളെ പിടിക്കാൻ കേരള പോലീസിന് എന്താ അവകാശം? പോലീസ് വരുന്നെങ്കിൽ അന്ന് അമേരിക്കയിൽ നിന്ന് വരട്ടെ എന്നാണ് അവൻ്റെ ചോദ്യം. കഴിഞ്ഞ ദിവസം വീട്ടിലാരും ഇല്ല, അപ്പനില്ല, അമ്മയില്ല. ഇവൻ വന്ന് പറഞ്ഞു, ചേട്ടാ നാളെ എൻ്റെ ഗേൾ ഫ്രണ്ട് വരും, നമുക്ക് 3 പേർ കൂടെ പേപ്പർ ഇടാം. ഏത് മൂഡ്? പുള്ളി മൂഡ്. കപ്പിൾസ് ബീച്ചിൽ പോകുന്ന കണ്ടിട്ടുണ്ട്, പാർക്കിൽ പോകുന്ന കണ്ടിട്ടുണ്ട്, എന്തിന് സിനിമ തിയേറ്ററിൻ്റെ കോർണർ സീറ്റിൽ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് പത്രം ഇടാൻ പോകുന്നവരെ ഞാൻ കാണുന്നത്. ഞാൻ പറഞ്ഞ്, എടാ പൊന്നടാവേ, ഇതിനൊക്കെ രാവിലെ എണീക്കണം, എനിക്കെങ്ങും പറ്റില്ല എന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു, എന്തിനാ ചേട്ടാ രാവിലെ എണീക്കുന്നേ? അവളൊരു രാത്രി 11-11:30 ആകുമ്പോൾ വരും, നമ്മൾ 3 പേരും ഇരുന്ന് പേപ്പർ ഇടുന്നു. അനിയ പത്രം പ്രിൻ്റ് അടിച്ച് വരാൻ തന്നെ വെളുപ്പിന് 2:30 ആകും. പിന്നെ നീ എന്താണ് ഈ പറയുന്നതെന്ന്. പക്ഷെ അന്നാണ് ചേട്ടാ എനിക്ക് മനസ്സിലായത്, ഈ പേപ്പർ ഇടുക എന്ന് പറഞ്ഞാൽ പത്രം ഇടുക എന്ന് മാത്രമല്ല, അതിന് വേറെ പല അർത്ഥങ്ങളും ഉണ്ടെന്ന്. പക്ഷേ അല്ല, മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്താ. ഇവൻ എന്നോട് പറഞ്ഞായിരുന്നു, ഇവളുടെ വീട്ടിൽ അമ്മാവൻ, അങ്കിള്, അച്ഛൻ, അമ്മ, അനിയൻ, ചേട്ടൻ അങ്ങനെ എല്ലാവരും ചേർന്ന ഒരു ജോയിന്റ് ഫാമിലിയാണെന്ന്. അതവൻ്റെ വലിയ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായി. സോറി, ശീലങ്ങളാണേ. ഈ ജെൻസിയിലെ റിലേഷൻഷിപ്പിനോടൊന്നും എനിക്ക് താല്പര്യമില്ല. ഒരു 9-9:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ എറണാകുളം സിറ്റി കൂടെ ഞാൻ ബൈക്കിൽ പോകത്തില്ല. കാരണം പുറകിലൊരു പെണ്ണില്ലാതെ വന്ന 2 ആൾക്കാരേ ഉള്ളൂ. ഒന്ന് ഞാനും, പിന്നെ സ്വിഗ്ഗിയുടെ ഡെലിവറി ബോയും. അവനൊരു ബാഗെങ്കിലും എനിക്ക് ആ ബാഗ് പോലും ഇല്ല. ഈ വർഷമെങ്കിലും സിംഗിളായിട്ടിരിക്കുന്ന, മിങ്കിളാകാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് നല്ലൊരു കപ്പിളിനെ കിട്ടിട്ടെന്ന് ആശംസിക്കുന്നു. നന്ദി, താങ്ക് യു. അല്ല, എനിക്ക് പണ്ടൊരു കോള് വന്നു കേട്ടോ, ഇതേ സൗണ്ട് ആയിരുന്നു. അതായത് ഒരു പെൺകുട്ടി യൂട്യൂബിലുണ്ട്. അതായത് ഒരു പെൺകുട്ടി എന്നെ വിളിച്ചിട്ട് ആ കുട്ടി പറഞ്ഞു, ഒരു പയ്യൻ പറഞ്ഞു, ഇപ്പൊ കല്യാണം കഴിച്ച് ഇപ്പൊ പെട്ടെന്ന് പോയി താലി കെട്ടിയിട്ട് ഒരു റൂം എടുത്ത് താമസിച്ചാൽ പെട്ടെന്ന് ശാന്തി മുഹൂർത്തം ഉണ്ടെന്ന് ആരോ എന്നെ പ്രേമിക്കുന്ന ആളോട് പറഞ്ഞ്, ചേട്ടാ അങ്ങനെ ഒരു സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ ഇത് യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാനപ്പോൾ ഈ കുട്ടിയോട് പറഞ്ഞു, മോളെ അവനെ ഒന്ന് ഇതിലിടാൻ പറഞ്ഞു, കോൺഫറൻസ് ഇട്ടപ്പോഴേ അവനോട് ചോദിച്ചു, മോനെ ഏത് ജോലിസിനെ അങ്ങനെ പറഞ്ഞേ? അപ്പം പറയും, ഇയാളെ വിളിക്കാൻ നിന്നോട് ആരാ പറഞ്ഞതെന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. നിങ്ങളാണോ അപ്പോൾ അത്? ഞാൻ അറിഞ്ഞില്ല ചേട്ടാ എന്ന് വരുന്നതെന്ന്. ഈ അനിയൻ അവിടെ തന്നെ ഉണ്ടാ? അനിയനോടെ തന്നെ ഉണ്ട്. ഇല്ല, അവൻ പേപ്പർ ഇടാൻ പോയി. എന്തായാലും നന്നായി. സ്വന്തം അനിയനെ നമ്മളിപ്പോ കൂടപ്പുറപ്പുളങ്ങ തേച്ചിട്ടാണെങ്കിൽ നമുക്ക് കൂടെ കാര്യം കാണണമല്ലോ അല്ലേ? എന്റെ കല്യാണം കഴിഞ്ഞോ? ചേട്ടാ എനിക്ക് അനിയനില്ല, ഞാൻ ചുമ്മാ ഉണ്ടാക്കി പറഞ്ഞ ഒരു ചേച്ചി. ഇവന്റെ കഥ അനിയന്റെ പേര് പ്ലേസ് ചെയ്താ. അതാ പറഞ്ഞ ചേച്ചി പറയേണ്ട കഥയായിരുന്നു ഇത്. ഞാൻ എന്റെ ഫ്രണ്ട്സിൽ നിന്ന് ഇൻസ്പയർ ആയ കഥയാണ് ചേട്ടാ. എന്തായാലും നന്നായിരുന്നു. കാരണം നമ്മൾ എന്താണ് ഉദ്ദേശിച്ചത് അതെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അടിപൊളി. പക്ഷേ ആത്മീയമായി ജീവിക്കുന്ന ഒരാളുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ നോക്കണമായിരുന്നു. അല്ലല്ല, ഒരു ന്യൂജൻ കഥയായിരുന്നു സംഭവം. കുറേ ന്യൂജൻ സംഭവം. ഞാനിതുപോലെ ഒളിച്ചോടി പോയ ആളാണ്. സാജു ഒളിച്ചോടി പോയ ആളാണ്. ഞാനും പ്രേമിച്ച് കല്യാണം കഴിച്ച ആളാണ്. എന്റെയും ഭാര്യയുടെയും തമ്മിൽ മധ്യമരഞ്ജു എന്ന് പറയുന്ന ദോഷമായിരുന്നു. ആ രഞ്ജുവിനെ മാറ്റി തീരുന്ന പ്രശ്നം മധ്യമരഞ്ജു, അതായത് 9 നാളുകൾ ചേരത്തില്ല എന്നുള്ള ഒരു ദോഷമുള്ള നക്ഷത്രങ്ങളാണ്. അപ്പം നമുക്കൊരു പെണ്ണിനോട് ഇഷ്ടം തോന്നുമ്പം ആ ഡേറ്റ് ഓഫ് ബർത്ത് സമയം തരൂ, പ്രേമിക്കാനാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പം പ്രണയിച്ചു, അവസാനം കല്യാണത്തിനോട് അടുത്ത് വന്നപ്പോഴാണ് ഈ 9 നാളുകൾ ചേരാൻ പറ്റത്തില്ല എന്നുള്ളൊരു സംഭവം. അച്ഛനൊക്കെ പറഞ്ഞു, മോനേടാ അത് വേണോ, വേറെ നോക്കാം എന്നൊക്കെ പറഞ്ഞു. അന്ന് കല്യാണം നടത്താൻ വേണ്ടി ഞാൻ കണ്ടുപിടിച്ച പദ്യമാണ് ഗണ്ണാന്താൽ സമനാടികം വ്യതിപവേ വേദസ്തു ദുർമൃത്യുതോ തത്തത് മധ്യമരഞ്ജു വച്ച മൃതിത താരാദ്വയം പുംശ്രിയോ ഗണ്ണാന്തന്തുയതന്തരാളമുഭയോ മൂലേന്ദ്രയോ രശ്വനി രേവത്യോ പിതൃസാർപ്പയോ ച പവിത സന്ധിത്രയോ ജാതകെ. എഴുതി
തരത്തില്ല കേട്ടോ. അപ്പോൾ ഇത് അതായത് ഒരേ ഗണ്ണാന്തത്തിന് തുല്യമായ അകലത്തിൽ ജനിച്ചവർ തമ്മിൽ ദോഷമുള്ളൂ എന്നൊക്കെ ഞാൻ അച്ഛനെ കൺവിൻസ് ചെയ്ത്, അച്ഛനത് അറിയാം. ഞാൻ ആ ജ്യോതിഷ നിയമത്തിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ കൺവിൻസ് ചെയ്തിട്ട്, അല്ലാതെ ജ്യോതിഷ നിയമത്തിന് വിരുദ്ധമായിട്ടല്ല, കല്യാണം കഴിച്ചു. 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം മിണ്ടും, 10 ദിവസം അടിയുണ്ടാവും, 5 ദിവസം മിണ്ടും, 2 പിള്ളേരും. ചേട്ടന് ജ്യോതിഷം കൊണ്ട് എല്ലാം കൊണ്ടും ഗുണം മാത്രം അല്ല, വേറെ ഇടയ്ക്ക് ഒരു സിനിമയുടെ പേര് പറഞ്ഞല്ലോ, എന്താ പേര്? പുള്ളി അഭിനയിച്ച 3 സിനിമയുടെ പേര് പറ. ഞാൻ ലിങ്ക് അയക്കാം. ഈ വീട്ടിൽ തന്നെ ഇവിടെ കിട്ടും. അതാണ് എന്തായാലും അടിപൊളിയായിരുന്നു, സൂപ്പർ. അപ്പൊ നമുക്ക് നമ്മുടെ ചടങ്ങിലേക്ക് കിടക്കാം അല്ലേ? വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്കാരെ ഇവിടെ ഇരിക്കണം മുഴുവനും. പിന്നെ നല്ല ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ പുള്ളി? എന്ത് നല്ല കാര്യം പറയാൻ. നോബിക്ക് അറ്റാച്ച്മെന്റ് തോന്നിയത് പേപ്പർ തന്നെ. ഞാൻ പേപ്പർ ഇട്ടിട്ടുണ്ട്, പക്ഷെ വെളുപ്പിലെന്നേ ഉള്ളൂ. ഏകദേശം ഒരു 60-70 പത്രം ഞാൻ ഇട്ടിട്ടുണ്ട് രാവിലെ. അല്ല, നമ്മള് അത് രസമാണത്. ഞാൻ ആദ്യമായിട്ടാ നോബി പത്രം ഇടാൻ പോയെന്ന് അറിയണത്. അല്ല, പത്രം ഇടുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടായിരുന്നു പത്രം ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ അവന് പെട്ടെന്ന് ഒരു ജോലി ഇതായിട്ട് പോയപ്പം അവൻ പണ്ട് പോകുന്ന സ്ഥലത്ത് ഞാൻ സൈക്കിൾ ഓട്ടാൻ കൊതികാരണവരുടെ പോകുമായിരുന്നു. അല്ല, പത്രം വായിക്കലില്ല, പത്രത്തിലെ പരസ്യം കാണലല്ലേ ഉള്ളൂ. പരസ്യം എന്ന് പറഞ്ഞാൽ അതാണ് പരസ്യമല്ലേ ഉള്ളൂ. നമുക്ക് പരസ്യത്തെ കൊണ്ടിൽ അല്ല, പരസ്യം എന്ന് വെച്ചാൽ എന്തിനും ഏതിനും പരസ്യമാണ് ഇപ്പൊ. എല്ലാത്തിനും പരസ്യങ്ങൾ പരസ്യമാക്കാൻ പറ്റുന്ന ഒരു പരസ്യം. ചേച്ചി മീനു, ഓക്കെ ഓക്കെ. ഹായ് നവി ചേട്ടാ. ഹലോ. ഹായ് സായി ചേട്ടാ. ഹായ് ചേട്ടാ, സമയം പറഞ്ഞ ഗതി പിടിക്കുമെന്ന് പറഞ്ഞു തരണം. ഇപ്പൊ വേണ്ട, പിന്നെ മതി. Ready? Guys, hi. കാപ്പിരിനാട്ടിൽ സൂര്യനില്ല, വസ്ത്രമതാകെ മങ്ങി, വേഷഭൂഷാദി എല്ലാം മങ്ങി. എന്താ നിങ്ങളിങ്ങനെ മുഖം മാടി ഇരിക്കണേ? മാമ്പഴം വന്നിട്ട് സൂര്യൻ ചേട്ടൻ എവിടെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാവളൊന്ന് ഉഷാറാവ്. പരസ്യങ്ങളുടെ പാട്ട് എന്ത് അടിപൊളിയാണല്ലേ. നിങ്ങൾക്കും പാട്ട് പഠിക്കണോ? ഒരു മിഠായി കഴിച്ചാൽ മതി. മകമസ ഈ കഥയിൽ ജീവിച്ചിരിക്കുന്നതോ മരിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും മുൻനിര കമ്പനികളുമായോ യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല. നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് മീനുപ്രിയ. എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്നു. ആലുവയിലാണ് വീട്. ഈ പരസ്യങ്ങൾ മിക്കവാറും അലുവയും മത്തിക്കറിയും അല്ലെങ്കിൽ ചായയും ചാരായം പോലെയാണ്. യാതൊരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ എനിക്ക് തോന്നിയ ഒരു പരസ്യമാണ് ഈ സാനിറ്ററി പാഡിന്റെ പരസ്യം. ഒരു പെൺകുട്ടി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു. അമ്മ വന്ന് ഈ പ്രൊഡക്റ്റ് അങ്ങ് കൊടുക്കുമ്പോഴേക്കും പെൺകുട്ടി തുള്ളിച്ചാടുന്നു, ഒളിമ്പിക്സിന് പോകുന്നു, എന്തൊക്കെയോ കാണിച്ചു പോകുന്നു. ഞാനൊക്കെ ഈ സമയത്ത് വയറുവേനെടുത്ത് വിട്ടെങ്കിലും ചുരുണ്ടുകൂടി കിടക്കായിരിക്കും അല്ലേ ഗേൾസ്? അതേപോലെ തന്നെ പേസ്റ്റും ബ്രഷും എടുത്തൊന്ന് വാ തുറന്ന് പല്ലേക്കാൻ പോകുമ്പോഴേക്കും അപ്പ വരും, എന്താ അടുത്ത് വാ അടുത്ത് വാ അടുത്ത് വന്നാട്ടെ. അപ്പോഴേക്കും പെൺകുട്ടികളുടെ ഒരു ക്യൂ അങ്ങോട്ട് നിരന്നു. പിന്നെ കുറെ പേരുടെ കൺട്രോൾ വിടുന്നു, തുള്ളിച്ചാടുന്നു. മാജിക് കൊണ്ട് പോലും കിട്ടാത്ത ഒരു എഫക്റ്റ് ഒക്കെ. എന്താലേ, പല്ലൊക്കെ തേച്ചു, ഇനി നല്ലൊരു ചായ കുടിക്കാം. ഹെൽത്തിന് ഏറ്റവും ബെസ്റ്റ് ഏതാ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഗ്രീൻ ടീ. അതെ, വളരെ നല്ലതാണ്. പക്ഷെ ഈ പാവയ്ക്ക ജ്യൂസും ഗ്രീൻ ടീയും കണ്ടുപിടിച്ചത് മനുഷ്യരാശിയോട് തന്നെയുള്ള വെറുപ്പുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ പിന്നെ തിന്നാൻ കൊള്ളുന്ന നല്ല സാധനങ്ങളൊക്കെ എന്തിലാ? പാലും അണ്ടിപ്പരിപ്പ്, സോപ്പില്, സ്ട്രോബെറി, ആപ്പിള്, ഫേസ് വാഷ്, മുട്ട, ബിയർ വരെ ഷാമ്പൂല്. എന്തിന്? നിസ്സാരം പാത്രം കഴുകണ ഒരു സോപ്പ്. നാരങ്ങയുടെ ഇഞ്ചിയുടെ മഹാശക്തി. എന്താ പാത്രത്തിന് ഗ്യാസ് വരും? അല്ല, ഇഞ്ചിയൊക്കെ ഉപയോഗിക്കണോണ്ട് ഞാൻ ആലോചിക്കാം. നല്ല വിശപ്പുണ്ട്, ഒരു ബിസ്ക്കറ്റ് കഴിക്കാം. നിർത്തല്ലേ, തടയല്ലേ, നിർത്തല്ലേ, തടയല്ലേ, മുന്നോട്ടൂന്നാൻ പാതകളേറെ. പാത തേടി ഞാൻ പോയത് നല്ല ഇറ്റാലിയൻ മാർബിൾസ് ഒക്കെ ഉള്ള നല്ലൊരു ബാത്റൂം ഫിറ്റിങ്സ് ഉള്ള ബാത്റൂമിലേക്കാണ്. ഈ ബാത്റൂമിന്റെ ടാഗ് ലൈൻ തന്നെ എന്താണെന്ന് അറിയാമോ? ഇറസിസ്റ്റബിൾ. അതെ, തടസ്സമില്ലാതെ എല്ലാ സേവനങ്ങളും നന്നായിട്ട് ആസ്വദിക്കാമെന്നും. തടസ്സങ്ങളൊക്കെ നന്നായിട്ട് ആസ്വദിച്ച് കഴിഞ്ഞെങ്കിൽ നമുക്ക് നല്ലൊരു കുളിയാവാം. കല്യാണം കഴിഞ്ഞതും കഴിക്കാത്തതുമായ എല്ലാ മമ്മിമാർക്കും അനുയോജ്യമായ ഒരു സോപ്പ് ഏതാണെന്നറിയാമോ? വേണേ ഒരു ക്ലൂ തരാം. മഞ്ഞളും ചന്ദനവും ഒത്തുചേരും. കൊണ്ടൂർ മമ്മി. അതെ, കൊണ്ടൂരിൽ എൻ്റെ മാമി ചവിട്ടിക്ക് ഒരു നല്ല സ്പെഷ്യൽ സോപ്പാണ് ഡാഡിമാർക്കുള്ളത്. ഉടനെ തന്നെ വിപണിയിൽ എത്തുന്നതായിരിക്കും. നാക്കൊക്കെ വെറ്റി വേനലൊക്കെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. ഒരു ജ്യൂസൊക്കെ ആവാം. ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ്, ജ്യൂസി ഓറഞ്ച്. ഇത് കലക്കി എൻ്റെ അമ്മയ്ക്ക് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതുപോലെ അമ്മൻ്റെ മോന്തൊക്കെ ഒരറ്റത്തുപ്പ്. ഇത് ഓറഞ്ച് ജ്യൂസോ ഇല്ലെങ്കിൽ തട്ടിക്കൂട്ടിയ ജ്യൂസോ? പെട്ടെന്ന് ദേ കയറി വരുന്നു, ബ്ലാങ്ക് വരുന്നു. അമ്മായി ചോദിച്ചതോ ക്യാരറ്റ് ഹൽവ.
ചേട്ടാ ഏതെങ്കിലും മനുഷ്യന്മാര് വീട്ടിൽ കയറുന്നുണ്ട് കാരറ്റ് അലുവ ചോദിക്കും, നിങ്ങളുടെ വീട്ടില് ചോദിക്കുവോ? ചായയും കാപ്പിയൊന്നും പോരുന്നു, കാരറ്റ് അലുവ നന്നായി. പൈ ചേട്ടന്റെ റിപ്പയർ ആയ കുക്കർ ഉണ്ടല്ലോ, എല്ലാ ക്യാരറ്റും കൂടി പുഴുങ്ങിയൊരു പായസം തന്നെ അങ്ങോട്ട് കൊടുക്കാം. ഇപ്പോഴാണ് ഞാൻ ഓർത്തത്, എൻ്റെ ബെസ്റ്റിയുടെ ബർത്ത്ഡേ ആയിരുന്നു. പണ്ട് എൻ്റെ ബോയ് ഫ്രണ്ട് ആയിരുന്നു. ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ, അതിന് കാശ് വേണ്ടേ? ഞാൻ വേഗം പോയി എൻ്റെ അമ്മയുടെ കുടുക്കെടുത്ത് അങ്ങ് പൊട്ടിച്ചു. അമ്മേൻ്റെ കറണ അതുപോലെ തന്നെ അങ്ങ് പൊട്ടിച്ചിട്ട് പറഞ്ഞു, മേലെ പറമ്പിൽ ആൺവീട്ടിൽ അമ്മയുടെ പോലെ തന്നെയാണ് എൻ്റെ അമ്മ, ഒന്ന് പൊട്ടിച്ചിട്ടേ ക്ഷമിക്കും. അമ്മ പറഞ്ഞു, മോളെ എന്തിനാണ് ഈ കുടുക്ക പൊട്ടിച്ചത്? അത് അമ്മയുടെ ബർത്ത്ഡേ ഗിഫ്റ്റിനുള്ള കാശ് അമ്മേനോട് തന്നെ എങ്ങനെയാ ചോദിക്കണേ? ഈ ഗ്യാപ്പിൽ ഞാൻ അമ്മ സെന്റ് ആയി നിന്ന സെക്കൻഡിൽ ഞാൻ വേഗം തന്നെ റാപ്റ്റോളിന്ന് നല്ലൊരു ബെഡ്ഷീറ്റ് ഇപ്പൊ തരും ലാസ്റ്റ് ഒക്കെ അലാറം അടിച്ചുകൊണ്ടിരുന്ന 199 പൈസയുടെ നല്ലൊരു ബെഡ്ഷീറ്റ് അങ്ങോട്ട് മേടിച്ചു. അത് ഞാൻ അമ്മയ്ക്കും കൊടുത്തു. അതിൽ നിന്ന് ഫ്രീ കിട്ടിയ സ്പ്രേ ഞാൻ എൻ്റെ ബെസ്റ്റിക്കും കൊടുത്തു. ബാക്കി കാശിന് ഞാൻ നല്ലൊരു അൽഫാം അങ്ങോട്ട് മേടിച്ച് കഴിച്ച് എല്ലാവരും ഹാപ്പി എന്ന് വിശ്വസിച്ചിരിക്കുമ്പോഴാണ് അമ്മ ആ ബെഡ്ഷീറ്റ് പുതിയ അമ്മയുടെ സാരിയുടെ കൂടെ ഇട്ട് കഴുകി കളർ ഇളകി കറ പിടിച്ചു. കറ നല്ലതല്ലേ അമ്മേ? കറ നല്ലതല്ലേ? കറ അത്ര നല്ലതല്ല. അമ്മേൻ്റെ അണപ്പല്ല വരെ അടിച്ച് പൊളിച്ചപ്പോൾ എനിക്ക് നന്നായിട്ട് മനസ്സിലായി, വിശ്വാസം അതല്ല ഒന്നും. ഈ ജാതി വിറ്റ് ജീവിക്കുന്ന ആൾക്കാരാണ് ഈ മാട്രിമോണിക്കാർ. ഈ ജാതി പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ ആലോചിക്കും, എൻ്റെ പൊന്നേട്ടാ കല്യാണം ആദ്യമൊക്കെ ഈ ജാമിൻ്റെ പരസ്യം പോലെ ആയിരിക്കും. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊരു ഇൻഷുറൻസ് കമ്പനിയുടെ പരസ്യം പോലെയോ. ഒരു പോളിസി എടുത്താൽ മതിയായിരുന്നു. അപ്പോൾ പരസ്യമാണെങ്കിലും ജീവിതമാണെങ്കിലും ശരി, വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയം. താങ്ക് യു സോ മച്ച്. നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. കുറെ പരസ്യം കണക്ട് ചെയ്ത് ഗംഭീരമായിരുന്നു കേട്ടോ, നല്ല കണക്ഷനായിരുന്നു എല്ലാ സംഭവത്തിലും. പക്ഷെ ഇതിലൊരു സീരിയസ് കാര്യം എന്താ അറിയോ, നമ്മുടെ പരസ്യങ്ങൾ നമ്മൾ അത്രയേറെ സ്വാധീനിക്കുന്നുണ്ട്. അതെ അതെ. അല്ല, നമ്മളെ ഉറക്കത്തിൽ കിടക്കാൻ വിചാരിക്കാം നാളെ മുതൽ എക്സർസൈസ് ചെയ്ത് വയറുറക്കണമെന്ന്. രാവിലെ എടുക്കുമ്പോൾ ഫസ്റ്റ് വയറുറക്കണം എക്സർസൈസ്. കുഴപ്പമില്ല. എന്തായാലും ഇപ്പൊ ഈ പറഞ്ഞതും ചെയ്തതൊക്കെ ഇത്രയും പരസ്യങ്ങൾ കൊണ്ടുവന്ന് ഇത്രയും ഹ്യൂമർ കൊണ്ടുവന്ന് എല്ലാം ഭംഗിയായിട്ട് ചെയ്ത്, അപ്പൊ എന്തായാലും നന്നായിരുന്നു. ഇപ്പൊ നമ്മുടെ ആ ചടങ്ങിലേക്ക് കടക്കാൻ നമുക്ക് എന്താന്ന് മനസ്സിലായില്ലേ? മാർക്ക്. ടെൻഷൻ ഉണ്ടോ? ജോലിക്ക് കയറിയിട്ടുള്ളൂ, പിന്നെ ഇപ്പോഴേ പെൻഷൻ കിട്ടണം എങ്ങനെ അല്ലേ? ടെൻഷനാവുന്നൊരു ജോലിയല്ല അഡ്വക്കസി, മരണം വരെ ചെയ്യാം. അല്ല, ഇവർക്ക് ടെൻഷനുള്ള ജോലിയല്ല അഡ്വക്കേറ്റിന്റെ, പക്ഷേ കേസ് ഏൽപ്പിക്കണവർക്ക് ടെൻഷൻ അല്ലേ? ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എന്റെ ഭാര്യ ഒരു വക്കീലാണ്, ലീഡിംഗ് അഡ്വക്കേറ്റ് പരസ്യം. അതൊരു പരസ്യമാണ്. അല്ല, ലീഡിംഗ് അഡ്വക്കേറ്റ് ആണ്, ഫ്രണ്ട് ബെഞ്ചിലായിരിക്കുന്നത്. അല്ലണ്ണ, ഞാൻ കള്ളനാണെങ്കിൽ അഡ്വക്കേറ്റ് അല്ലേ, അപ്പൊ അനുസരിച്ച് മാർക്ക് ഇടണം, അല്ലെങ്കിൽ ഞങ്ങളെ കോർട്ടിൽ കയറ്റും. ഭദ്രമാണത്. കേസ് കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ചെയ്യണം, സൂക്ഷിക്കണം. നമുക്ക് ശിക്ഷ വിധിക്കാൻ നേരത്തെ തുറക്കാം. ഓക്കെ അല്ലേ അഡ്വക്കേറ്റ്? ഹരിയണ്ണ, സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡി. ഇതിപ്പോ നമ്മുടെ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ഇനി അടുത്തൊരു ഇപ്പൊ പറയല്ലേ ബട്ടൺ ഇച്ചിരി വണ്ണം ശകലം കൂടി. അല്ല, നോബി നന്നായിട്ട് ഡയറ്റ് ചെയ്യുമായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്. ഇവൻ 3 വർഷങ്ങൾക്ക് മുമ്പ് ഡയറ്റിങ്ങിന് വേണ്ടി മാത്രം പ്ലാൻ ചെയ്ത് വെച്ചേക്കായിരുന്നു. അപ്പൊ ഞാൻ ജ്യൂസാ കുടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ. അപ്പൊ ഞാൻ ഇപ്പൊ കുടിച്ചിട്ട് വരാന്ന് വേണ്ടി ചെന്നു. അപ്പൊ ഞാനും കൂടെ ചെന്ന് കാറിൽ നിന്ന് ഇറക്കിയേക്കണു. ഇത്രയുള്ളൊരു ആ ജ്യൂസാണ് കുടിക്കുന്നത് അല്ലേ? നമുക്കേ വണ്ണത്തെ പറ്റി ഇവരെ കൊണ്ടൊന്ന് പറയിച്ചാലോ? തീർച്ചയായിട്ടും. ആരെങ്കിലും പറയാവോ? സ്നേഹേഷ് എല്ലാത്തിനും കൈവക്കുന്നുണ്ട്. അതെ, സ്നേഹമുള്ള സ്നേഹേഷ്. ഹലോ, നമസ്കാരം. സംഗീതം അറിയുന്നവൻ സംഗീത്, ഗിറ്റാർ വായിക്കുന്നവൻ ഗിനീഷ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്നവൻ ഞാൻ സ്നേഹേഷ്. അതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ചാലക്കുടിക്കാർ മാസാണ്, ക്ലാസ്സാണ്, ഹൈലി റൊമാൻറ്റിക്കാണ്. ഇപ്പോൾ ഈ കോവിഡിന് ശേഷം വണ്ണം വെച്ച ഒരാളാണ് ഞാൻ. ഇപ്പോൾ കേരളത്തിലെ ഇലക്ട്രിസിറ്റി ബില്ല് പോലെ പെട്ടെന്ന് കൊടുക്കും, എന്നാൽ അത്ര പെട്ടെന്ന് കുറയാത്തൊരു സാധനമാണ് ഈ തടി വണ്ണം അഥവാ പെസ്കോ. ഇതതിൻ്റെ സ്പാനിഷ് വാക്കാണേ. പിന്നെ വണ്ണം വെക്കാൻ വലിയ ചിലവൊന്നുമില്ല. ഇപ്പോൾ സൗന്ദര്യം കൂട്ടണമെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ചിലവില്ലേ? ആ ബ്യൂട്ടി പാർലറിൽ പോകണം, സാധനങ്ങൾ മേടിക്കണം. പക്ഷെ വണ്ണം വെക്കാണ്ടില്ല. കുറച്ച് റേഷനരി, ഇത്തിരി പരിപ്പിൻ്റെ ചാറ്, 2 കഷ്ണം ഉണക്കം വീട്ടില്ല, സറ പറയുന്നു പറഞ്ഞാൽ നമുക്ക് വണ്ണം വെക്കുന്നുള്ളതാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ വണ്ണം കുറഞ്ഞപ്പോൾ നിന്നോടൊക്കെയാണ് പറയാനുള്ളത്. നിനക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിന്നെ മുന്നിൽ നിൽക്കാൻ ആരെങ്കിലും ഉണ്ടാവോ?
ആരും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ നോബിച്ചേട്ടൻ ഞങ്ങളുടെയൊക്കെ മുമ്പിൽ കണ്ടല്ല, ഞങ്ങളുടെ വയറുണ്ടാവും അല്ലടാ. അതേത്. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവൻ ചില ശബ്ദബീജികൾ പുറപ്പെടുവിച്ചിട്ട് നമ്മളെ നാണം കെടുത്തു. ചോച്ചാ പറയും ഗ്യാസിൻ്റെ ആണ്, നേരത്തെ കേട്ടില്ലേ അതുപോലെ. പിന്നൊരു കാര്യം, ആദ്യമൊക്കെ ഞാൻ ഈ വണ്ണം കുറഞ്ഞിരുന്ന സമയത്ത് ഒരു സദ്യയിലാണ് നടന്നിരുന്നത്. ഇപ്പോൾ വല്ല ഫംഗ്ഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ വെറുതെ ഇങ്ങനെ തേരാപാരം നടന്നിരുന്നേ. പക്ഷെ ഇപ്പോൾ വണ്ണം വെച്ചപ്പോൾ ഞാൻ അങ്ങനെയില്ല. ഞാൻ ആദ്യം തന്നെ എൻ്റെ 2 കൈയും പോക്കറ്റിലിടും, എന്നിട്ട് തള്ളിക്കണ വയറകത്തേക്ക് വലിച്ചു പിടിക്കും, എന്നിട്ട് ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ടുണ്ട് ഞാൻ നടക്കങ്ങനെ. നോബിച്ചേട്ടൻ നടന്നു പറഞ്ഞാൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഗ്രൂപ്പ് ഫോട്ടോക്കൊക്കെ നിന്നാണ്ടല്ലേ ഞങ്ങളുടെ പ്രത്യേകതര പോസ് ഉണ്ട്. ചേട്ടൻ എടുത്തോ, വേഗം എടുക്ക്. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ചിരിയുണ്ട്. ഇതിങ്ങനെയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുക. അതുകൊണ്ട് തന്നെ നോബിച്ചേട്ടൻ, ഹരിച്ചേട്ടൻ, ഞങ്ങളൊക്കെ പാസ്പോർട്ട് സൈസ് ഫോട്ടോയെ പ്രണയിക്കുന്നു അല്ലേ? അത് സത്യമാണത്. പക്ഷേ ഞാൻ ഈ വണ്ണം കൂടണാണപ്പോളേ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനാ. അമ്മ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് വല്ല അസുഖം ഉണ്ടോന്നാ. പക്ഷെ എൻ്റെ കൂട്ടുകാർ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നിൻ്റെ വയറ് ചാടി പെട്ടെന്ന് കുറയ്ക്കാനാ പറയണേ. എൻ്റെ നോബിച്ചേട്ടൻ അത് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് റിമോട്ട് ഞെക്കിയാൽ തിരിച്ചു കയറി പോണ സാധനമല്ലത്. ഇതിന് നല്ലപോലെ കഷ്ടപ്പെട്ട് പണിയെടുക്കണം. അന്ന് നമ്മളൊരു 10 ദിവസം പട്ടിണി കിടക്കാമെന്ന് വിചാരിച്ചാലോ ഗ്യാസ് കയറിയിട്ട് വീണ്ടും വയറ് വീറുക. ഇത് വല്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ. പിന്നെ എനിക്ക് മനസ്സിലായി അങ്ങനെ പോയാൽ പറ്റില്ല. കാരണം നമ്മൾ വണ്ണം കുറയ്ക്കണം. എന്നാൽ ഞാൻ വിചാരിച്ചു രാവിലെ നടക്കാറങ്ങാം. ഞാൻ എൻ്റെ കൂട്ടുകാരനെ വിളിച്ചു പറഞ്ഞാൽ നമുക്ക് നടക്കാൻ പോവാം. അവന് ഇത്തിരി വണ്ണുണ്ട്, അവൻ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളിങ്ങനെ നടന്നു പോയി ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടപ്പോൾ സൈഡിൽ ചെറിയൊരു ചായക്കട. അന്നൊരു ചായ കുടിക്കാന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്നിട്ടില്ല. എൻ്റെ നോബിച്ചേട്ടാ നല്ല ആവി പറക്കണ പുട്ട്, നല്ല കിടിലം ബീഫ്. ഈ പുട്ടിൻ്റെ മുകളിലേക്ക് ഇതിരി ബീഫ് വെച്ചിട്ട് പപ്പടം വെച്ച് ക്ലച്ച് ചെയ്യുന്ന ഒരു പടം പടച്ച് ഞാൻ അവനോട് മണക്കാന്ന് പറഞ്ഞിട്ട് പടച്ചു. പിറ്റേ ദിവസം ഞങ്ങളതിൽ നടക്കാൻ പോയി. ദേ ആ പുട്ടും ബീഫും ഞങ്ങളെ മാടി വിളിക്കുന്നു. അന്നും പോയി പടച്ചു ഞങ്ങൾ. പിന്നെ എല്ലാ ദിവസവും ഞങ്ങളുടെ പോക്ക് ഈ പുട്ടും ബീഫും കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം എൻ്റെ ഫോണിൽ അലറാൻ വരെ അങ്ങനെയാ, പുട്ട് ബീഫ് at 5 AM. ഇങ്ങനെയുണ്ട്. പിന്നെ ഈ ജിമ്മിൽ പോയാലേ വണ്ണം കുറയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ എക്സസൈസ് ചെയ്യണമെങ്കിൽ മാത്രമേ വണ്ണം കുറയുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നമ്മൾ സ്ഥിരം ജോലിക്ക് പോണ വഴിയിലൊരു ജിമ്മുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അത് മനസ്സിലാക്കിയേ. അതായത് ഈ ജിമ്മ് ഇരിക്കുന്നത് 3ാമത്തെ നിലയുടെ മുകളിലാണ്. ഒരു ലിഫ്റ്റ് പോലും ഇല്ല. നോക്കുമ്പോൾ തന്നെ തല ഇറങ്ങുക. പിന്നെ ഞാൻ ഒരു 2-3 മാസം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി തെണ്ടി തിരിഞ്ഞ് നടന്ന് താഴെയുള്ളൊരു ജിമ്മ് കണ്ടുപിടിച്ചു. അങ്ങനെ ഞാൻ അവിടെ ജോയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ചെന്നിരുന്നുണ്ടാ കറക്റ്റ് സ്ഥലത്താണ്. അവിടെ നല്ല പെൺപിള്ളേരുണ്ട് ജിമ്മിൽ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ സിംഗിളാണല്ലോ. അപ്പം ഞാൻ പിന്നെ കുറേ സ്വപ്നങ്ങളാണ് കാണുന്നത്. അത് ഞാൻ ജിമ്മിലേക്ക് ചെല്ലുന്നു, 2-3 പെൺപിള്ളേരുണ്ട് വളയ്ക്കുന്നു. പിന്നെ ഞാൻ കമ്മന്ന് കിടന്ന് പുഷപ്പ് അടിക്കുമ്പോൾ ഒരു പെങ്കൊച്ച് ഇവിടെ, പിന്നെ ഈ കൈ ഇങ്ങനെ പിടിക്കുമ്പോൾ ഇവിടെ ഒരു പെങ്കൊച്ച് തൂങ്ങിക്കിടക്കണം, ഇങ്ങനെ പിടിക്കുമ്പോൾ ഇപ്പുറത്ത് വേറൊരു പെങ്കൊച്ച് തൂങ്ങിക്കിടക്കണം. പിന്നെ ഒരു പെങ്കൊച്ചിനെ അങ്ങനെ കോരി എടുത്തിട്ട് നമ്മൾ ഹിന്ദി സിംഗർ ഷാറുഖ് പറഞ്ഞോളൂ ഇങ്ങനെ, ഞാൻ നിന്നെ പ്രേമിക്കുന്നു, നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. മലയാളം തന്നെ, ഹിന്ദി അല്ല ഷാരൂഖ് ഖാൻ? എനിക്ക് ഹിന്ദി അറിയില്ല, അത് ഷാറുഖ് ഖാനും അറിയില്ല, ഇത് മലയാളം ഡബ്ബ. അങ്ങനെ കുറെ സ്വപ്നം കണ്ടിട്ടാണ് പോണേ. അത് എനിക്ക് പെൺപിള്ളേരെ അങ്ങോട്ട് പെരുകണം അങ്ങോട്ട് അവിടെ ചെല്ലുമിടില്ല. ട്രെഡ്മില്ലില് മോളിക്കുട്ടിച്ച് 60 വയസ്സ്, കൊളസ്ട്രോൾ ഹൈ. ഇപ്പുറത്തെ ലീലാമ്മ ചേച്ചി അവിടുന്ന് ഡമ്പലടിക്കണം, 58 വയസ്സ്, ആൾക്ക് ഷുഗർ കൂടുതൽ. തൊട്ടപ്പുറത്ത് മറിയാമ്മ ചേച്ചി ചെസ്റ്റിനടിക്കണ് വിത്ത് ശ്വാസം മുട്ട്. എൻ്റെ പൊന്നു ചേട്ടാ, എൻ്റെ ശ്വാസം മുട്ടിപ്പോയി. ഞാൻ ആലോചിച്ചു, ഞാൻ ട്രഷറിലാണോ ചെന്നത് അത് ജിമ്മിലാണോ ചെന്നത്? പിന്നെ എനിക്ക് തോന്നി ജിമ്മിൽ പോക്കൊന്നും നടക്കില്ല, അതുകൊണ്ട് ഞാൻ ജിമ്മ് പരിപാടി നിർത്തി. പക്ഷെ ഇപ്പം എൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്യാണം റെഡി ആവില്ല. ഈ വണ്ണമുള്ളതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നിങ്ങളോട് പെൺപിള്ളേരോട് പറയാനുള്ളത്, അതായത് നിങ്ങളെ ഈ വണ്ണം കുറഞ്ഞ ആൺപിള്ളേരെ കെട്ടുമ്പോൾ നിങ്ങൾ ബൈക്കിന് പോകുമ്പോൾ അവരുടെ ഷോൾഡറിൽ മാത്രമല്ല പിടിക്കാൻ പറ്റുള്ളൂ, എന്തൊക്കെ എവിടെ വേണമെങ്കിലും പിടിക്കാം. പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പിടിക്കാൻ എനിക്ക് പെണ്ണില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. പിന്നെ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കണ്ടാവും ഞാൻ ഭയങ്കര ദുഃഖത്തിലാണ്, ഈ വണ്ണം എനിക്കൊരു പ്രശ്നമാണ്. പക്ഷെ അങ്ങനെയല്ല, എനിക്കൊരു വിഷമമില്ല സാധിച്ചേട്ടാ, എനിക്കൊരു വിഷമമില്ല. ഇപ്പം നോബിച്ചേട്ടനും സാധിച്ചേട്ടനൊക്കെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ വെയിറ്റ് കുറയ്ക്കില്ല ഒരു ക്യാരക്ടർ ചെയ്യാൻ വേണ്ടി. നിങ്ങളെക്കാളും ഡെഡിക്കേറ്റഡായിട്ടാ ഞാനില്ല. ഈ 5 മിനിറ്റ് കണ്ടന്റ് പറയാൻ വേണ്ടിയിട്ടാണ് ഈ 25 കിലോ കൂട്ടിയതും 2 അടി ഹൈറ്റ് കുറച്ചതും. ഭയങ്കര ഡെഡിക്കേറ്റഡാണ് ഞാൻ. അതെ, അല്ലെങ്കിൽ ഞാനുണ്ടല്ല, ഞാൻ എന്താ പറയാൻ പറ്റിയപ്പോൾ ഉലകനായകൻ കമലഹാസൻ ലഞ്ചാം. അതുപോലെ തന്നെ നമ്മുടെ മലയാളത്തിന് സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്ക നോബി. അതുപോലെ തന്നെ നമ്മുടെ ചെയ്യാൻ വിക്രം എന്ന കമ്മനാട്ടി. കാരണം ഞങ്ങളൊക്കെ മെത്തേഡ് എക്സസൈസ്, നമ്മൾ കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ജീവിക്കും, അങ്ങോട്ട് മരിക്കും. എനിക്ക് അഭിനയം എന്ന് പറഞ്ഞ പ്രാന്താണ്.
അതിപ്പോഴും ഭ്രാന്തല്ലേ? അല്ല അല്ലെങ്കിലും ഭ്രാന്താണ്. അപ്പൊ ഞാൻ ഒരു ക്യാരക്ടർ എന്തും ചെയ്യും. അത് ഞങ്ങൾ മെത്തേഡ് ആക്ടാണ്. വി ആർ എ മെത്തേഡ് ആക്ടേഴ്സ്. പക്ഷെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാലേ, അവരിങ്ങനെ എന്നെ പോലെ 10 മിനിറ്റ് പെർഫോം ചെയ്തിട്ട് പട്ടി അണക്കിനോളം ഇങ്ങനെ അണയ്ക്കാറില്ല. കയ്യും കാലും വേണമെങ്കിൽ നോപ്പിച്ചേട്ടാ ഇത്തിരി ഉപ്പിട്ട കഞ്ഞെല്ലാം കിട്ടോ, തല ഇറങ്ങിയിട്ട് പാടില്ല. ഇത് ചിരിപ്പിക്കാൻ പറഞ്ഞിട്ട് കൊതിപ്പിച്ച് കളഞ്ഞു. അരിയണ്ണായിരുന്നു വിഴുങ്ങുന്നു. അതെ, സത്യമായിട്ടും. ഓരോ കൗണ്ടർ വെക്കുമ്പോഴും. എന്തായാലും ഇത് ഇത്ര പേര് വണ്ണമൊന്നും ഇല്ലട്ടോ. ഇല്ല ഇത്രയെങ്കിലും സ്ലിം. കൂട്ടിയതാണ്. കണ്ടന്റ് ചെയ്യാൻ വേണ്ടിട്ട് പറഞ്ഞു കൂട്ടിയതാന്ന് മനസ്സിലായി. ഇത് ഈ ഭക്ഷണം കഴിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ, ഒരു വീട്ടിൽ ഇതുപോലെ അപ്പുറത്തെ വീട്ടിലെ കുട്ടി വന്നേക്കേ, അപ്പൊ കൊഴുക്കട്ട ഉണ്ടാക്കി വെച്ചേക്കുക ഡൈനിങ് ടേബിളിൽ. അപ്പൊ ഈ മോൻ വന്നപ്പോഴത്തേക്ക് ഒരെണ്ണം എടുത്ത് കൊടുത്ത്, അത് കഴിഞ്ഞിട്ട് ഇവനിത് തിന്ന് പെട്ടെന്ന് തീർത്ത്, എന്നിട്ട് ഇതുമായിട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കേ. അപ്പൊ ആ പുള്ളി ചോദിച്ചു, അറിയാലോ. അപ്പൊ ചോദിച്ചു, എന്തേടാ പറയാ, എൻ്റെ വീട്ടിലാണെങ്കിൽ ഇതുപോലത്തെ 3 തിന്നു. അപ്പൊ എന്തായാലും സംഭവം എല്ലാം ഓക്കെ ആയി, ചെയ്തതെല്ലാം വൃത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മുടെ ഒരു ചടങ്ങുണ്ടല്ലോ, ആ ചടങ്ങിലേക്ക് കിടക്കാം. ഓക്കെ, കേക്കരുത്, ചെവി കുത്തിക്കില്ല. അപ്പൊ എന്തായാലും മാർക്ക് റെഡി ആയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് വരാം. പ്രശസ്തി പത്രം എന്തായിരുന്നാലും അപ്പൊ എന്തായാലും ഈ എപ്പിസോഡിന്റെ വിധി പറയാനുള്ള സമയമായി. ആ സമയമായ സ്ഥിതിക്ക് രണ്ടുപേരും കൂടി അകത്തോട്ട് പോവാ. ഞങ്ങൾക്കും ആ മ്യൂസിക്. ഹരിയണ്ണൻ കുറെ വേദികളിൽ പോയി സംസാരിക്കാറുണ്ട്, കുറെ തമാശകൾ പറയാറുണ്ട്. ഇവിടെ നമ്മുടെ ടീം പറഞ്ഞ കഥകളൊക്കെ എങ്ങനെയുണ്ട്? നല്ല രസമാണ്. നിങ്ങളുടെ ഒരു അവതരണം ഗംഭീരമാണ്. ആ ഒരു സഭാകമ്പമൊന്നുമില്ലാതെ ഈ പെർഫോമിംഗ് മാത്രമല്ല, നിങ്ങൾ നല്ല പ്രാസംഗികർ കൂടിയാണ്. കാരണം അത്ര ഫ്ലോയിൽ ഒരു വാക്കുകൾക്ക് പഞ്ഞമില്ലാതെ പെട്ടെന്ന് പറയാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത് ഒരു അസാധാരണമായ ഒരു പാഠവുമാണ്. എനിക്കൊന്ന് എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ ആ റിസൾട്ട് പറയാനേ മുമ്പാട് ആ 3 പേരും ഇപ്പൊ പെർഫോം ചെയ്ത 3 പേരും അപ്പൊ എന്തായാലും എല്ലാവരും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 പേര് തകർത്തിട്ടുണ്ട്. ഇനി ബാക്കിയെല്ലാം വിധി പോലെ നടക്കട്ടെ. അപ്പൊ ലേഡീസ് ഫസ്റ്റ്, നമുക്ക് മീനുവിന്റെ നോക്കാം. 87. സോബിനെ മറ്റേ പറഞ്ഞു കൊടുക്കൂ ടെക്നിക്ക്. എന്നാ തുറന്നു. റോബിൻ 90 മാർക്ക്. ഇവിടെ ഇത് തന്നത് 2 ഉപയോഗമാണ്. നമുക്ക് നീ ഡയറ്റ് ഒന്നും ചെയ്യണ്ട, ഇത് വെച്ച് വയറ് മറച്ചാൽ മതി. അതിന് വയറ് കുറക്കാനല്ല, വയറ് മറക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ധൈര്യമായിട്ട് തുറന്നു. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഒരേ മാർക്ക്. ഇനിയാണ് യഥാർത്ഥ മത്സരം. 2 പേരും തമ്മിൽ ഗുസ്തി മത്സരമാണ്. ഒരാൾക്ക് നിങ്ങൾക്ക് അർഹിച്ച ഒരു അംഗീകാരം കിട്ടിയേക്കണത്, അതൊരിക്കലും നമ്മൾ ഒരിടത്ത് വിട്ടു കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അതുകൊണ്ട് ഇത് നമ്മൾ ഈക്വലായിട്ട് ഷെയർ ചെയ്താൽ മതി 2 പേരും. അപ്പൊ സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയിൽ ഇന്ന് 2 പേർക്കായിട്ട് കിട്ടിയിരിക്കുന്ന പെർഫോമേഴ്സ് ഓഫ് ദി ഡേ സ്നേഹേഷും സോബിനും. അപ്പൊ ഒരിക്കലും വിഷമിക്കണ്ട, അടുത്തതിന് വക്കീലെ അടക്കണം. വക്കീലെ ഇതൊരു റിവെഞ്ച് ആയിട്ട് എടുക്കണം. സോബിൻ ഇതില് ഒരു സത്യം ഉണ്ട് കേട്ടാ. ഇവര് ഗ്രൂമിങ് സമയം തൊട്ട് ഷെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതെ അതെ, ഷെയർ ഇടുന്നതല്ല. വക്കീലെ ഇതൊരു വാശിയായിട്ട് എടുക്കണം. ഉറപ്പായിട്ടും. അതെ, വക്കീലുള്ള വീട്, വക്കീലുള്ള വീട്, വക്കീല്. നമ്മൾ ഞാനും വക്കീലാക്കാം. വക്കീല. ശരിക്കും ഇവിടെ വിജയമോ പരാജയമൊന്നുമില്ല. അതെ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, എപ്പോഴും ഈ വിജയം കിട്ടുമ്പോൾ ഒരു അപകടമുണ്ട്. ഇതെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അത്രയേറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. പക്ഷെ നമ്മൾ പരാജിതരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് വക്കീലെ, ഇനി ഇവരുടെ ഈ ഫസ്റ്റ് പ്രൈസ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഇവർ പാടുപെടുകയും നമ്മൾ കൂളായിട്ട് ഫസ്റ്റ് പ്രൈസിലേക്ക് എത്തുകയും ചെയ്യും. അതാണ് ജീവിതം, അങ്ങനെയാണ് ജീവിക്കേണ്ടത്. പരാജയം എന്നൊന്നില്ല, വിജയത്തിലേക്ക് എത്താൻ വേണ്ടിയുള്ള പടികളാണ്, അത് ചവിട്ടിക്കയറുക. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡി.